പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അഡ്വക്കേറ്റ് കെ രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പിൽ നിന്ന് പി ദിവ്യ വിട്ടുനിൽക്കുകയായിരുന്നു. അതിനിടെ കണ്ണൂരിലെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ അക്കമിട്ട് നിരത്തിയും ദിവ്യ ഫേസ്ബുക്ക് പോസ്റ്റുമിട്ടു. പുതിയ പ്രസിഡന്റിന് അഭിവാദ്യം നേർന്നുകൊണ്ടുള്ള പോസ്റ്റിലാണ് താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ദിവ്യ പരാമർശിക്കുന്നത്. സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ്. പി ദിവ്യ പങ്കെടുക്കാത്ത ഒരു യോഗം പി ദിവ്യ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ദിവ്യയുടെ തന്നെ കണക്കനുസരിച്ച് ഈ മാസങ്ങളിൽ ആദ്യമായിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. അതിലൊരു പകരക്കാരി വരികയാണ് രത്നകുമാരി. അഭിവാദ്യങ്ങൾ നേരുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതൊക്കെ പാർട്ടി ഒന്ന് അറിഞ്ഞോളൂ എന്ന മട്ടിൽ ഒരു പോസ്റ്റും കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സിനോജ്? സുജയ പാർവതി, അതായത് പി ദിവ്യ കൃത്യമായി 3 വർഷവും 10 മാസമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിൽ പി ദിവ്യ ഇരുന്നത്. ആ 3 വർഷവും 10 മാസം കൊണ്ട് പി ദിവ്യ ചെയ്ത വികസന നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അതായത് കെ രത്നകുമാരിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അതേ നിമിഷം തന്നെയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഈ പോസ്റ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പി ദിവ്യയുടെ പോസ്റ്റ് നീണ്ടുപോവുകയാണ്. ഇതൊരു സാങ്കേതികമായ നടപടിക്രമം മാത്രമായിരുന്നു ഇന്ന് കണ്ണൂരിൽ നടന്നത്. കാരണം LDF-ന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു ഭരണസമിതിയാണ് കണ്ണൂരിൽ. 24 അംഗ ഭരണസമിതിയിൽ 17 പേരും LDF അംഗങ്ങളാണ്. അതുകൊണ്ട് എതിർപ്പൊന്നുമില്ലാതെ തന്നെ 16 വോട്ടുകൾ നേടിയാണ് കെ രത്നകുമാരി വിജയിച്ചിരിക്കുന്നത്. UDF-ന്റെ ജൂബിലി ചാക്കോയ്ക്ക് 7 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് കണ്ടിരുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷ ഈ ജില്ലാ പഞ്ചായത്തിന് പുറത്ത് ഒരുക്കിയിരുന്നു. മാധ്യമങ്ങൾക്ക് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ജില്ലാ കളക്ടർക്കാണ് അരുൺ കെ വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിന് ചുമതലയുണ്ടായിരുന്നത്. ജില്ലാ കളക്ടറാണ് വിലക്ക് ഏർപ്പെടുത്തിയതാണ് പോലീസ് പറഞ്ഞത്. കളക്ടറോട് നമ്മൾ ചോദിച്ചപ്പോഴും നമ്മൾ അകത്തേക്ക് കയറ്റാൻ കളക്ടർ തയ്യാറായില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്ന് ചിത്രീകരിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണ് അകത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ പുതിയ പ്രസിഡന്റിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പി ദിവ്യ ഇന്ന് വോട്ടെടുപ്പിന് വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പുതിയ പ്രസിഡന്റ് പറഞ്ഞത് അത് അവർ ജാമ്യത്തിലായതുകൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ജാമ്യ വ്യവസ്ഥയിൽ ഒരു കോടതി ഒരു ഉപാധികൾ വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇനി വോട്ടെടുപ്പിന് വന്ന് വോട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ സാക്ഷികളെ സ്വാധീനിച്ചെന്ന തരത്തിൽ വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പി ദിവ്യ വരാതിരുന്നത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ കണക്കിലെടുത്ത് വിശ്വാസത്തിലെടുത്ത് ഇനിയുള്ള ഒരു വർഷം മുന്നോട്ട് നീങ്ങുമെന്നാണ് പുതിയ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അഴീക്കോട് MLA KV സുമേഷ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിലെത്തി പുതിയ പ്രസിഡന്റിനെ അനുമോദിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ പുതിയ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി വിവാദങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പുതിയ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധം പോലീസും ഒപ്പം തന്നെ ഭരണപക്ഷമൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. അവർ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് ചേംബറിലെത്തി ആശംസ നേരുകയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് ഭരിക്കണമെന്ന ഒരു ഉപദേശം മാത്രമാണ് നൽകിയത്. വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം AD നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം കണ്ണൂരിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDF-ന്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെയും BJP ഉൾപ്പെടെ വലിയ സമരങ്ങൾ കളക്ടറേറ്റിന് മുൻപിലും ജില്ലാ പഞ്ചായത്ത് മുന്നിലും നടത്തിയതാണ്. പക്ഷേ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രതിഷേധം ഇന്ന് കണ്ണൂരിൽ ഉണ്ടായില്ല. സുജയ, ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് സമഗ്രമായി എത്തിച്ചത്.